CMA എക്സാം റിസൾട്ട് വന്നു. മെജോറിറ്റി ആൾക്കാരും ഫസ്റ്റ് ഗ്രൂപ്പിലും അതേപോലെ തേർഡ് ഗ്രൂപ്പിലുമാണ് പേഴ്സൻറ്റേജ് വളരെ കുറവ്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ച് നോക്കുന്ന സമയത്ത് CMA ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്. CMA ഇഷ്ടംപോലെ ആൾക്കാർ റെക്കോർഡഡ് ക്ലാസ് വാങ്ങിക്കുന്നുണ്ട്. ഓൾറെഡി ക്ലാസ് ഓഫ്ലൈനായിട്ട് അറ്റൻഡ് ചെയ്ത് പിന്നെ ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഒരുപാട് ഓൺലൈൻ നമുക്ക് റിസോഴ്സുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടായിട്ടും പാസ്സാവുന്ന ആൾക്കാരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി വർഷാവർഷം കുറഞ്ഞു വരുന്നു. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 16 വർഷമായി ഞാൻ ഈ ടീച്ചിങ് മേഖലയിൽ നിൽക്കുന്നത്. അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ആ സമയത്തുള്ള കുട്ടികളുടെ കാഴ്ചപ്പാട് അതേപോലെ പഠന രീതി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ നമുക്കൊരു പരീക്ഷ പാസ്സാവണമെങ്കിൽ പരീക്ഷയ്ക്ക് ആവശ്യമുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളത് നമ്മൾ മറന്നു പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു 5 years ടൈം എടുത്തു കഴിഞ്ഞാൽ കൂടുതലും കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു സ്പൂൺ ഫീഡിങ് അല്ലെങ്കിൽ റോട്ട് മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ് പ്രകാരമാണ് കുട്ടികൾ പഠിക്കുന്നത്. നമുക്കൊരു പ്രൊഫഷണൽ എക്സാം പാസ്സാവാൻ അല്ലെങ്കിൽ ഒരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള എക്സാം പാസ്സാവാൻ കാണാപ്പാഠം പഠിച്ചിട്ടും സാറന്മാർ തരുന്ന നോട്ട് മാത്രം വിശ്വസിച്ചിട്ടും പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായ പ്രാക്ടീസോ അല്ലെങ്കിൽ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി അനലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയോ ഒന്നും ഇല്ലെങ്കിൽ എന്ത് ക്ലാസ് കിട്ടിയിട്ടും നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. അത് തന്നെയാണ് ഇപ്പോഴത്തെ റിസൾട്ടിനും സംഭവിച്ചത്. കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും CMA ഒരു റിസൾട്ട് കമ്പാരിറ്റീവ്ലി CA റിസൾട്ടുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കുറേ ലോലാണ് ഉള്ളത്. അപ്പോൾ അത് ക്ലാസ്സുകൾ മോശമായതുകൊണ്ടാണോ? അല്ല, നല്ല നല്ല ഫാക്കൾട്ടീസ് നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ തന്നെ ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഫാക്കൾട്ടീസ് ചെയ്യുന്ന ചെറിയ 1-2 പ്രശ്നങ്ങൾ, അത് ബി ഓപ്പൺ, ഞാനൊരു ഫാക്കൾട്ടിയാണ്, അപ്പോൾ എനിക്കിത് വളരെ ഓപ്പണായിട്ട് പറയാൻ വേണ്ടി പറ്റും. കുട്ടികൾ ചെയ്യേണ്ട പണി കുട്ടികൾ തന്നെ ചെയ്യണം. ഇപ്പോൾ ചെറിയ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെറിയ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയെ നടക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ടാവില്ല. ഒരു പ്രായം കഴിയുമ്പോൾ കുട്ടി നടന്നു തുടങ്ങും. അപ്പോൾ കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് സ്ട്രഗിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ കുട്ടി ഫേസ് ചെയ്യാതെ ആ ഒരു ചലഞ്ച് ഓവർകം ചെയ്യാതെ കുട്ടിക്ക് ജന്മത്തിൽ നടക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുട്ടികളെ പോയി സഹായിക്കുകയാണ്. കുട്ടികളെ നടക്കണ്ട, എപ്പോഴും ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് ഭാവിയിൽ നടക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് CMA എക്സാമിൻ്റെയും CA എക്സാമിൻ്റെയും ഒക്കെ കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങളായിട്ട് കാണാനും റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് പഠിക്കാനും താല്പര്യമുണ്ടെങ്കിൽ റിപ്പീറ്റേഴ്സിന് മാത്രമുള്ള ഒരു ബാച്ച് മീൻസ് ഒരുപാട് ക്ലാസ് എടുത്ത് തരിക, നിങ്ങളെ കുറേ നോട്ട് തരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നല്ല. ഒരു സബ്ജക്റ്റിന് എങ്ങനെ പഠിക്കണം, ആ സബ്ജക്റ്റ് എത്രത്തോളം പഠിച്ചാൽ എക്സാം എങ്ങനെ പാസ്സാവാം, എക്സാമിന് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഏതൊക്കെ രീതിയിൽ എഴുതണം, ഇതിനുള്ള ഒരു എൻ്റയർ ഓൺലൈൻ പ്രാക്ടീസ് താല്പര്യമുള്ള ആൾക്കാർക്ക് താഴെ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് നമ്പറാണ്. ആ നമ്പറിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫർദർ ഇൻഫർമേഷൻ കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നെ ഒരു കാര്യം, ഒരു മിനിമം കുട്ടികളുണ്ടെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ. ഞാനിപ്പം ഒരുപാട് ഈ റിസൾട്ട് വന്നതിന് ശേഷം പല കുട്ടികളുടെ പരാതികളും പരിഭവങ്ങളൊക്കെ കേട്ടു. എല്ലാവരും പറയുന്നത് ഞങ്ങൾ കുറേ സമയം പഠിക്കുന്നുണ്ടെന്നൊക്കെയാണ്. നിങ്ങൾ കുറേ സമയം പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരീക്ഷ നടത്തുന്നതൊക്കെ അറിയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ പഠനം പ്രൊഡക്റ്റീവ് ആണോ ഇല്ലയോ എന്നുള്ളത് കാര്യം നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെയാണ് നമ്മൾ തിരുത്തേണ്ടത്, ഇത് കൃത്യമായിട്ട് അറിയുകയും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളാനും റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ പ്രോഗ്രാം ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഒരു ഷോർട്ട് നോട്ടും തരില്ല, ഒരു കാര്യവും നമ്മളായിട്ട് ചെയ്തു തരില്ല, എല്ലാം നിങ്ങൾ ചെയ്യണം. പക്ഷെ അത് എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം, എപ്പോൾ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്താൽ ഗുണം കിട്ടും, ഏത് രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ദോഷം വരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് പോയിന്റ് ടു പോയിന്റ് ക്ലിയർ ചെയ്ത് ഞങ്ങൾ പഠിപ്പിച്ചു തരും. താല്പര്യമുണ്ടെങ്കിൽ, വെറുതെ ഒന്നുമല്ല, അത്യാവശ്യം പൈസയൊക്കെ ഉണ്ടാവും, താല്പര്യമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. എന്തായാലും ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പിക്കാം, ഇത്രയും കാലം നിങ്ങൾ പഠിച്ചതല്ല ശരിക്കുള്ള പഠനം, പഠിക്കേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ഒരു ചിന്ത വരും. അപ്പം അങ്ങനെയുള്ള പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കുള്ള പ്രോഗ്രാമാണ്. എസ്പെഷ്യലി ഫോർ റിപ്പീറ്റേഴ്സ് ആണ്. CMA ഇന്റർമീഡിയറ്റോ ഫൈനലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ സെഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഒരിക്കൽ കൂടി, എൻ്റെ പേര് ഷബീർ അലി എന്നാണ്. ഞാൻ CMA CS ക്വാളിഫൈഡ് ആണ്. അപ്പോൾ ഞാനും പരീക്ഷ പാസ്സായതിന് കുറച്ച് മെത്തേഡ്സും ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിൽ എന്ത് ചെയ്ത് കിട്ടും, കവർ ചെയ്ത് കിട്ടും.